നമസ്കാരം. നമ്മുടെ കൂടെന്ന് അല്ല നമ്മുടെ അടുത്തിരിക്കുന്നൊരു വ്യക്തി നാളെ ഇല്ലാതാകുമ്പോൾ പലപ്പോഴും അല്ലെങ്കിൽ അവരോടുള്ള ആ ഒരു സ്നേഹം അല്ലെ അവരുടെ വില നമ്മൾ മനസ്സിലാക്കുക. പണ്ടൊക്കെ എൻ്റെ ഫാദർ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞ് അല്ലെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഗൾഫിലേക്ക് പോകുമ്പോൾ പപ്പ അന്ന് ഷർട്ട് ഇട്ടിട്ട് നനയ്ക്കാനിടുന്ന ഷർട്ട് ഞാൻ സാധാരണ അത് നനയ്ക്കാൻ സമ്മതിക്കാറില്ല. ചിലപ്പം അത് ഞാൻ സമ്മതിച്ചില്ലെങ്കിലും എൻ്റെ അമ്മ നനയ്ക്കത്തില്ല ആ ഷർട്ട് ഇങ്ങനെ ആ ഒരു അയയിൽ ഒരു 2-3 ദിവസം ഇങ്ങനെ കിടക്കും നനയ്ക്കാതെ. പപ്പ പോയി കഴിയുമ്പം ആ ഷർട്ട് എടുക്കുമ്പം നമ്മളൊന്ന് മണത്ത് നോക്കും. പപ്പയുടെ ഒരു മണം കാണാൻ പറ്റും ആ ഷർട്ടിൽ, നമുക്ക് അനുഭവിക്കാൻ പറ്റും ആ ഒരു മണം. പപ്പ എപ്പോഴും പറയും എന്നോട് വേർപ്പ് നാറ്റമല്ല ചോക്ലേറ്റിൻ്റെ മണമാണെന്ന് ഇങ്ങനെ കളിയാക്കും. പക്ഷേ വേർപ്പാണെന്ന് പറഞ്ഞാൽ പോലും അതിൽ പപ്പയുണ്ട്. അത് വളരെയധികം ഞങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്. ഞാനും എൻ്റെ സഹോദരി എൻ്റെ അമ്മയൊക്കെ ആ ഒരു ഫീലിങ്സിൽ കൂടി കടന്നു പോയിട്ടുള്ള വ്യക്തികളാണ്. കഴിഞ്ഞ ദിവസം ഈ നടൻ ആക്ടർ സുധി മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ ഷർട്ട് എടുത്തുകൊണ്ട് ലക്ഷ്മി നക്ഷത്ര ദുബൈയിലേക്ക് പോയൊരു പെർഫ്യൂം ഉണ്ടാക്കിയതിനെ പറ്റി വളരെ മോശമായ ഒരുപാട് കമൻറ്റുകൾ ഈ സോഷ്യൽ മീഡിയയിലുണ്ടായിരുന്നു. കുറച്ച് നാൾ മുമ്പത്തെ ഒരു സംഭവമാണ് ഞാനീ പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ആർക്കും തന്നെ അതിനെ വിലയിരുത്താൻ ഒരു അധികാരമില്ല. അത് നഷ്ടപ്പെട്ട ആ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും അവരുടെ വിഷമം അറിയത്തുള്ളൂ. ലക്ഷ്മി നക്ഷത്രയ്ക്ക് ആക്ച്വലി അവരൊരു വളരെ ഫേമസ് ആയൊരു നടിയാണ്. ഒരുപാട് വരുമാനം പല വഴി കൂടെ ആക്ട് ചെയ്തും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇനി എത്ര റീച്ച് കിട്ടിയാലും അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള വരുമാനത്തിൻ്റെ 10 ഇരട്ടി അവർ ആങ്കർ ചെയ്തും അല്ലെങ്കിൽ ഇനോഗ്രേഷന് പോയി മറ്റു കാര്യങ്ങളും അവർ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു കാര്യം അവർക്ക് ബിസിനസ്സാക്കി കാശുണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഇതൊന്നും ചെയ്യാൻ വയ്യാത്ത കുറേ കിഴങ്ങന്മാരും കുറച്ച് ആൾക്കാരിരുന്ന് കുറേ കമൻറ്റുകൾ ഇടുന്നു എന്നുള്ളതാണ്ട് ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ കൂടെ ഉള്ള ഒരാൾ നഷ്ടപ്പെടണം, അപ്പോഴേ നമ്മളിതിൻ്റെ വില അറിയത്തുള്ളൂ. കുറച്ച് നാൾക്ക് മുമ്പ് ഒരു മെൻ്റലിസ്റ്റ് ഒരു പെൺകുട്ടി ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് അതിനോട് പറയാണ്, നീ എഴുന്നേൽക്കുമ്പം നിൻ്റെ മുന്നിൽ ഇരിക്കുന്ന നിൻ്റെ ഭർത്താവിനെ നിൻ്റെ മരിച്ചുപോയ സഹോദരനായിട്ടായിരിക്കും നീ കാണുന്നത്, അല്ലെങ്കിൽ മരിച്ചുപോയ അപ്പനായിട്ടാണോ ഞാൻ ഓർക്കുന്നില്ല, അപ്പനായിട്ടായിരിക്കും കാണുന്നതെന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. ആ പെൺകുട്ടി എഴുന്നേറ്റിട്ട് ഭയങ്കരമായിട്ട് കരയാണ്. ആ ആളെ സ്വന്തം ഭർത്താവിനാണ് കെട്ടിപ്പിടിച്ച് അവൾ കാണുന്ന അപ്പനായിട്ടോ അല്ല സഹോദരനായിട്ടോ ആയിരിക്കും. എനിക്കൊന്ന് സഹോദരനാണെന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് കരയാണ്. അവസാനം ഈ മെൻ്റലിസ്റ്റിന് പോലും മാനസികമായ വിഷമം ഉണ്ടാക്കുന്ന ലെവലിൽ ആ പെൺകുട്ടി